ഫൈറ്റർ, വാർ, പഠാൻ എന്നീ സിനിമകൾക്ക് ശേഷം സിദ്ധാർത്ഥാനൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫൈറ്റർ. 25-ാം തീയതി സിനിമ റിലീസായി. ഋത്തിക് റോഷൻ, അനിൽ കപൂർ, ദീപിക പദുക്കോൺ തുടങ്ങിയവരാണ് സിനിമയിൽ ലീഡ് റോൾസിൽ വരുന്നത്. കൂടാതെ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് കുറച്ചധികം ആൾക്കാരുണ്ട്. എനിക്ക് അവരുടെ ഒന്നും പേരറിയില്ല, ക്ഷമിക്കുക. ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ വരുന്ന സിനിമയാണ്. അതായത് ഫസ്റ്റ് ഹാഫ് സിനിമയുടെ ഒരു ആക്ഷൻ ത്രില്ലർ ഫോമിലും സെക്കൻഡ് ഹാഫിൽ ഡ്രാമയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് എന്നൊരു ആക്ഷൻ്റെ ബാക്ക് ഡ്രോപ്പിൽ ആക്ഷൻ ഡ്രാമ. അപ്പം നമ്മൾ അകത്തൊക്കെ സിനിമ കഴിയുമ്പോഴത്തേക്ക് ഡ്രാമയാണ് ഇതിൽ കുറച്ചും കൂടെ എറിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു ജോണർ, ബേസ് ജോണർ. അപ്പോൾ ഒരു ആക്ഷൻ ത്രില്ലർ പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓക്കെ ഫീൽ ആയിരിക്കും. ഇതിനൊരു മൂഡ് മനസ്സിലാക്കി പോവുക. ഞാനൊരു ആക്ഷൻ ത്രില്ലറാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ എനിക്ക് ഭയങ്കര സീനൊന്നും ഇല്ലായിരുന്നു. അതിനെപ്പറ്റി പറയാം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല, ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് പോകുന്നൊരു ത്രില്ലർ, ആക്ഷൻ ത്രില്ലർ ഫോർമാറ്റാണ്. സെക്കൻഡ് ഹാഫ് ഡ്രാമ ഭയങ്കര സ്ലോ ആവുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. അതായത് രാജ്യസ്നേഹം, വുമൺ എംപവർമെൻറ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇത് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുവാണ്. അത് കുറച്ച് ഓവർ ആവുന്നുണ്ട്. പിന്നെ നമ്മളത് എക്സ്പെക്റ്റഡ് ആണ്. ഹിന്ദി സിനിമകൾ ഒക്കെ നമുക്കത് അറിയാം. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അപ്പോൾ ഈ എഴയുന്നുണ്ട്. ഈ ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്ന ചടുലത്തെ സെക്കൻഡ് ഹാഫിൽ അതുകൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഫൈറ്റർ എന്നൊരു പേര് കേട്ടിട്ട് ഇതൊരു ഫുൾ ഫൈറ്റുള്ള പടമാണെന്ന് കരുതിയാൽ തെറ്റാണ്. ഫൈറ്റ് ഈ സിനിമയിൽ ആകപ്പാടെ, അതായത് ഇടി എന്ന് പറയുന്ന സംഭവം ഇല്ല. അത് ആകപ്പാടെ ക്ലൈമാക്സിലാണ് നായകനും വില്ലനും തമ്മിലൊരു ഫേസ് ഓഫ്, ഒരു ചെറിയൊരു അടി സീക്വൻസ് വരുന്നത്. ബാക്കി ഫൈറ്റ് ഉണ്ട്, പക്ഷേ അത് ഈ എയർക്രാഫ്റ്റുകളും സ്പേസിലും ഫുള്ള് മറ്റേ എയറിലുള്ള ഫൈറ്റുകളാണ്. ഈ ഫുള്ള് വെടിയും പൊക്കെ പരിപാടികളൊക്കെ തന്നെ, പക്ഷേ ആകാശത്തായിരിക്കുമെന്നേ ഉള്ളൂ. കൃത്യ മൂമെൻറ്റ്സിൽ പാട്ട്, ഡാൻസ്, അങ്ങനെ പരിപാടികൾ, കോമഡി, അങ്ങനെ എല്ലാം ഉണ്ട്. ഡ്രാമയ്ക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ആ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങളൊന്ന് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പിന്നെ ഇത് ഞാൻ പറഞ്ഞേ, ഇത് ഫുൾ വെടി പുക, ബോംബിടൽ കാര്യങ്ങളൊക്കെയാണ്. പലതരത്തിലുള്ള ബോംബുകളുണ്ട്. പക്ഷേ ഇതെല്ലാം സിനിമയ്ക്കുള്ളിലാണ്, തിയേറ്ററിനകത്തല്ല. ഇന്ന് നമ്മൾ കൂടുതലും ഇത് കാണുന്നത്, അതായത് ബോംബിടൽ കാണുന്നത് തിയേറ്ററിനകത്താണ്. ഓരോ സിനിമാക്കാരും അല്ല സിനിമകളുമായിട്ട് ബോംബിടും. ഇത് സിനിമയ്ക്കകത്താണ്, തിയേറ്ററിൽ ബോംബല്ല, സേഫാണ്. പിന്നെ ഇതിൻ്റെ റിവ്യൂ ഇത് വ്യാഴാഴ്ച ഇറങ്ങിയ സിനിമ ഞാൻ വെള്ളിയാഴ്ച കണ്ടു. ഇപ്പം ഞായറാഴ്ചയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അതിന് കാരണം വേറൊന്നുമല്ല, ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര്, മെയിൻ ആൾക്കാരൊക്കെ റിവ്യൂ ഇട്ടു. പിന്നെ നമ്മൾ ഇട്ട് കാര്യമില്ലെന്ന് തോന്നി. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് വളരെ ചുരുക്കമാണ് ഇപ്പം നല്ല സിനിമകളൊക്കെ കാണുന്നത്. അപ്പം ഈ ഇടുന്ന റിവ്യൂകളെല്ലാം മോശം, നെഗറ്റീവ്. അത് ഞാനൊരു നെഗറ്റീവുകളി ആയതുകൊണ്ടല്ല, സിനിമകൾ മോശമായതുകൊണ്ടാണ്. സിനിമകളെ പറ്റി നെഗറ്റീവേ പറയാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് പോസിറ്റീവ് പറയുന്നൊരു സിനിമ, ഇതെനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ സിനിമയാണ്. പോസിറ്റീവ് പറയാൻ വേണ്ടി കിട്ടുന്ന സിനിമകൾ വളരെ അപൂർവമായതുകൊണ്ട് തന്നെ ആ ഒരു ചാൻസ് കളയണ്ടെന്ന് തോന്നി. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 3/5. ഒരു ഗുഡ് വൺ ടൈം വാച്ചബിൾ മൂവിയാണ്.